ഇന്നലത്തെ ഇടിയും മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ കുറേ അരിക്കൂൺ കിട്ടി. എന്നാൽ കറി ഉണ്ടാക്കാം. നമ്മുടെ അരിക്കൂൺ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരപ്പിന് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയുള്ള അരപ്പിന് വേണ്ടി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാന്താരി മുളക്, ചുമന്നുള്ളി കൂടി ഉണ്ട്. അതിൽ കുറച്ച് തേങ്ങ ഉള്ളതുകൊണ്ട് തേങ്ങാക്കൊത്തായിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്നതാണ് അതിൻ്റെ കൂടെ അരയ്ക്കാൻ. അപ്പോൾ അതിനെ നമുക്ക് അരച്ചിട്ട് വരാം. നമ്മുടെ അരപ്പ് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന കൂണ് ഇട്ട് കൊടുക്കാണ്. നമ്മുടെ കൂണിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കാമുള്ളൂ. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ കൂണിൽ ഓൾറെഡി തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അരപ്പ് ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആ കൂണിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ല ഡ്രൈ ആവുന്ന വരെ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒത്തിരി മൂടി വെച്ചൊന്നും വേവിക്കാനില്ല, അതുകൊണ്ട് തന്നെ വേഗം ആവും കൂൺ കറിയായി. അപ്പോൾ ഏകദേശം നമ്മുടെ കൂണിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടിവെട്ടി മഴയൊക്കെ പെയ്യുമ്പോഴേ എല്ലാവരും കൂൺ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.